ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? സത്യസന്ധമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശക്തരായിരിക്കും. എന്തെങ്കിലും ഒന്ന് മറച്ചു വയ്ക്കാനുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഭയചകിതരായിരിക്കും. എപ്പോഴും എന്ത് സംഭവിക്കുമെന്ന ടെൻഷനും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഉള്ളും പുറവും ഒരുപോലെ സത്യസന്ധമായി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലും ഒരിടത്തും തല കുനിക്കേണ്ടി വരില്ല. നിങ്ങളെന്നും ശക്തനായിരിക്കും. കടലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ സമുദ്രജലം അത് ജലബാഷ്പമായി നീരാവിയായി പറന്നു പൊന്തും. അതിനാർക്കും കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ നീരാവിനെ മേഘങ്ങൾ ഉള്ളിലൊതുക്കും. മേഘം ഈ നീരാവിനെയും കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. മേഘത്തിൻ്റെ വിചാരം ഈ നീരാവി എന്നും അതിൻ്റെ ഉള്ളിൽ തന്നെ ജലബാഷ്പം ഉണ്ടായിരിക്കണമെന്നാണ്. പക്ഷേ ഇടയ്ക്കൊരു കൊടുങ്കാറ്റങ്ങ് വീശുമ്പോൾ ഈ കൊടുങ്കാറ്റ് ഈ മേഘത്തിനെ പറത്തിക്കൊണ്ടുപോയി വലിയ മലശിഖരങ്ങളിൽ, പർവ്വത ശിഖരങ്ങളിൽ ഇടിക്കും. അതോടുകൂടി ഈ മേഘം വെള്ളമായി മഴ പെയ്ത് താഴേക്ക് വന്നു ചേരും, സമുദ്രത്തിൽ വന്ന് പതിക്കും. അതെ, വെള്ളം വീണ്ടും സമുദ്രത്തിൽ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തെത്തിച്ചേരണം. ഇതുതന്നെയാണ് നിയതി, ഇതുതന്നെയാണ് പ്രകൃതി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നോക്കിയാലും പലപ്പോഴും പല കാര്യങ്ങളും ആരും അറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിക്കും. ഇങ്ങനെ രഹസ്യമായി ആരും അറിയാതെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ കാലചക്രം എന്ന ഈ കൊടുങ്കാറ്റ് ചിലപ്പോൾ ആഞ്ഞടിച്ച് വാസ്തവികതയുടെ യാഥാർത്ഥ്യങ്ങളുടെ പർവ്വതത്തിൽ കൂട്ടിയിടിക്കും. പല സത്യങ്ങളും പുറത്തു വരും. ആ സമയത്ത് ഏതൊരു കാര്യമാണോ ആരും അറിയരുത് എന്ന് നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരുന്നത് അതുതന്നെ സത്യമായ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരും. ജീവിതം തകർന്ന പോലെ ആയിത്തീരും. അതെ, ഏത് രഹസ്യമാണോ ആരും അറിയാതെ നിങ്ങൾ സൂക്ഷിക്കുന്നത് അതാണ് നിങ്ങളുടെ തകർച്ച, അതാണ് നിങ്ങളുടെ ദുർബലത. ഒരു വ്യക്തിയുടെ ദുർബലത എന്ന് പറയുന്നത് സൗന്ദര്യത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ചുള്ള അഹങ്കാരം, ധനത്തെക്കുറിച്ചുള്ള അഹങ്കാരം, അല്ലെങ്കിൽ പദവിയെക്കുറിച്ചുള്ള അഹങ്കാരം, ഇതൊന്നുമല്ല. ഇതിനേക്കാളൊക്കെ ഉപരിയായിരിക്കുന്നവൻ്റെ ദുർബലത ആരും അറിയാതെ സൂക്ഷിക്കുന്ന സ്വന്തം രഹസ്യങ്ങളാണ്. ഈ രഹസ്യങ്ങൾ എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ആത്മമിത്രത്തോട് ഷെയർ ചെയ്യുന്നത് അഥവാ ശത്രുവിന് അറിയപ്പെടുന്നത്, അവിടെയാണ് തകർച്ച വരുന്നത്. ആരോടും നിങ്ങളുടെ സ്വന്തം രഹസ്യങ്ങൾ പറയാതിരിക്കുന്നതിലാണ് നിങ്ങൾക്ക് ഉത്തമം, അഥവാ നിങ്ങളുടെ സുരക്ഷ. അല്ലെങ്കിൽ രഹസ്യമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലാതാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷ എന്ന് പറയുന്നത്. മിത്രത്തോടെല്ലാം തുറന്നു പറഞ്ഞാൽ അറിഞ്ഞുകൂടാ കാലചക്രം തിരിയുമ്പോൾ ഏത് മിത്രം എപ്പോഴാണ് ശത്രുവായി തീരുന്നത് എന്ന്. അതുകൊണ്ട് രഹസ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ. രഹസ്യങ്ങളില്ലാത്തൊരു മനസ്സായി മാറട്ടെ. മറ്റാർക്കും പറയാനൊന്നും നിങ്ങളുടെ രഹസ്യങ്ങളില്ലാതാകട്ടെ. രാമായണ കഥ നോക്കുമ്പോഴും വിഭീഷണന് രാവണൻ്റെ അമൃതകുംഭത്തിൻ്റെ രഹസ്യം അറിയാമായിരുന്നു. ഈ രഹസ്യം ശ്രീരാമന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് ശ്രീരാമന് രാവണനെ വധിക്കാൻ സാധിച്ചത്. ഈ രഹസ്യം അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ രാവണവധം സാധ്യമാകില്ലായിരുന്നു. അതുകൊണ്ട് രഹസ്യം എപ്പോഴാണോ പുറത്തു പോകുന്നത് അവിടെയാണ് നിങ്ങളുടെ തകർച്ച. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മോട് എപ്പോഴും പറയുന്നത്, ഉള്ളും പുറവും ഒരുപോലെ ആയിരിക്കണം. അന്തർ ബാഹർ ഏക് സമാൻ. ഉള്ളിലൊന്ന് സൂക്ഷിച്ച് പുറത്ത് മറ്റൊരു ഭാവമാകുമ്പോൾ നമുക്ക് എന്നും ടെൻഷനാണ്. എന്നാണിത് തകരുന്നത്, എന്നാണ് നമ്മുടെ ജീവിതം തകരുന്നതെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ രഹസ്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളിൽ തന്നെ നിൽക്കട്ടെ. അത് പുറത്താരോടും പറയാതിരിക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളും പുറവും ഒരുപോലെ ശാന്തവും ശുദ്ധവുമായിരിക്കട്ടെ, ട്രാൻസ്പെറൻ്റ് ആയിരിക്കട്ടെ. എന്നും നിങ്ങൾ ശക്തിശാലിയായിരിക്കും. ഓം ശാന്തി.